ശ്രീ ബിജി എബ്രഹാം, നോക്കൂ, ഇന്ന് മുതലക്കുളത്ത് അല്പസമയം മുമ്പാണ് പാർട്ടി സെക്രട്ടറി രാഷ്ട്രീയ വിശദീകരണ യോഗം വിളിച്ചു ചേർത്തത്. പക്ഷേ കഴിഞ്ഞ 2.5 വർഷമായി ഈ മാസപ്പടി വിഷയം നമ്മുടെ മാധ്യമങ്ങളും എല്ലാം ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് 2.5 വർഷത്തിലധികമായി. അപ്പോഴും കാതലായ ഒരു പ്രശ്നം, ഒരു ചോദ്യത്തിന് ഇതുവരെ മറുപടി പറയാൻ CPM-നായിട്ടില്ല. ഇന്നത്തെ വിശദീകരണ യോഗത്തിലും നേരത്തെ ഉണ്ടായിരുന്ന വാദഗതികൾ മാത്രം ഉന്നയിച്ചുകൊണ്ട് രാഷ്ട്രീയമായ വേട്ടയാടലാണ് നടക്കുന്നത് എന്ന പതിവ് പല്ലവി ആവർത്തിക്കുകയാണ് CPM ചെയ്തത്. അതിനപ്പുറത്തേക്ക് ഒരു നിലപാട് പറയാൻ, എന്തെങ്കിലും ജനങ്ങളോട് വിശദീകരിക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇന്നത്തെ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ പറഞ്ഞത് തന്നെയാണ് എനിക്ക് ഇവിടെ നിന്ന് പറയാനായിട്ടുള്ളത്. ഇത് അക്ഷരാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ വേട്ടയാടൽ തന്നെയാണ്. കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ പരിസരത്ത് വലിയ ആഘാതം ഉണ്ടാക്കാവുന്ന ഒരു ഇടപെടലും അന്വേഷണവുമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ രാജ്യത്തെ കുപ്രസിദ്ധമായ രാജ്യത്തെ തെരഞ്ഞെടുപ്പുകളെ അട്ടിമറിക്കാൻ കൂട്ടുനിൽക്കുന്ന, രാജ്യത്തിന്റെ ജനാധിപത്യ മതേതര മൂല്യത്തെ തകിടമറിക്കുന്ന, രാജ്യത്തെ സംരംഭകരെ ഭീഷണിപ്പെടുത്തുകയും അവരിൽ നിന്ന് നിയമപരമായി കൊള്ള എന്ന് പറയുന്ന വളരെ വിചിത്രമായ ലീഗലൈസ്ഡ് ലൂട്ട് നടത്തുന്ന ഒരു അമിത അധികാര ഏജൻസിയെ, ഒരു അമിത അധികാര പ്രവണതയെ യഥാർത്ഥത്തിൽ മലയാളികൾ തിരിച്ചറിയുമെന്ന് തന്നെയാണ് ഞാൻ പ്രത്യാശിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഇന്ന് കേരളത്തിൽ നടത്തുന്ന പാർട്ടി സെക്രട്ടറിയും മുൻ മുഖ്യമന്ത്രിയും നടത്തുന്ന രാഷ്ട്രീയ വിശദീകരണ യോഗം എന്നാണ് എന്റെ മനസ്സിലാക്കല്. CPIM-ന് ഇഷ്ടമില്ലാത്ത ആളുകൾ ഉണ്ടാകാം, LDF-ന്റെ മുൻ സർക്കാരുകളോട് വിയോജിപ്പുള്ള ആളുകൾ ഉണ്ടാവാം. എന്നാൽ ഈ രാജ്യത്തെ ഈ കുപ്രസിദ്ധമായ അന്വേഷണ സംഘം നടത്തുന്ന കൃത്യമായ അജണ്ടകൾക്ക് അടിസ്ഥാനത്തിൽ യൂണിയൻ ഗവൺമെന്റിന്റെ ചരടുവലികൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഈ സംഘത്തെ ഗൗരവമായിട്ട് മലയാളികൾ തിരിച്ചറിയുമെന്ന് തന്നെയാണ് ഈ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ കൂടെ ഞാൻ പ്രതീക്ഷിക്കുന്നത്. BJPക്ക് പരിചയമുള്ള ഒരു ഹിന്ദുത്വ പറയുമ്പോഴൊക്കെ ഇത് അങ്ങ് പറഞ്ഞു, ഈ 2.5 വർഷമായി CPM പറയുന്ന അതേ പല്ലവി തന്നെയാണ് ഇന്ന് രാഷ്ട്രീയ വിശദീകരണ യോഗത്തിലും നമ്മൾ കണ്ടത്. ഇതിൽ കേരളം ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. എന്ത് സേവനത്തിനാണ് വീണ 2.78 കോടി രൂപ, 2.25 കോടിയിലധികം രൂപ CMRL നിന്നും കൈപ്പറ്റിയത് എന്ന ചോദ്യം 2.5 വർഷമായി കേരളം ഉന്നയിക്കുന്നുണ്ട്. അതിനൊരു മറുപടി പറയാൻ ഇതുവരെ പിണറായി വിജയന് കഴിഞ്ഞിട്ടില്ല, പാർട്ടി സെക്രട്ടറിക്ക് കഴിഞ്ഞിട്ടില്ല, ആർക്കും കഴിഞ്ഞിട്ടില്ല. ആ ഒറ്റ പ്രശ്നം, ആ ഒരു ചോദ്യത്തിന് മാത്രം മറുപടി നൽകിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അതിലൊന്ന് മറുപടി പറയൂ. 182 കോടി രൂപയാണ് ഈ മണി ലോണ്ടറിംഗ് നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഈ കേസിന് ആധാരമായിട്ടുള്ളത്. അതിൽ 2.78 കോടി രൂപ മാത്രമേ ഉള്ളൂ. ഇവിടെ ഈ അന്വേഷണ ഏജൻസികൾക്ക് ഇവിടെ അന്വേഷണം നടത്താനായിട്ടുള്ളത് എന്നുള്ളൊരു മറ്റൊരു പ്രസക്തമായ ഒരു ചോദ്യമുണ്ട്. ഈ ബാക്കി 178 കോടി രൂപ ആർക്കൊക്കെയാണ്, ആരുടെ കൈവശം ആണ്, ആരൊക്കെയാണ് അത് കൈകാര്യം ചെയ്തിരിക്കുന്നത്, ആർക്കൊക്കെയാണ് ഈ ട്രാൻസാക്ഷൻ നടത്തിയിരിക്കുന്നത് എന്നൊരു മറിച്ചൊരു ചോദ്യം ചോദിക്കാം. എന്ന് മാത്രമല്ല, എനിക്ക് വളരെ വ്യക്തമായിട്ട് ചോദിക്കാൻ പറയും, ഇവിടെ BJP-യുമായി ബന്ധപ്പെട്ട് 2021 തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തൃശ്ശൂർ കൊടകര മേൽപ്പാലത്തിൽ വെച്ച് നടന്ന കള്ളപ്പണത്തിന്റെ ഇടപാട് 3.5 കോടി രൂപയുടെ തട്ടിക്കൊണ്ടു പോകൽ ഒരു ഇടപാടുണ്ട്. കേരള പോലീസ് അത് കൃത്യമായിട്ട് അന്വേഷിച്ചിട്ട് BJP-യുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള അഴിമതി പണമാണ് എന്ന് കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് നൽകുകയും അത് പിന്നീട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിച്ചിട്ട് ആ കേസ് തന്നെ തള്ളിക്കളയുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇപ്പൊ തന്നെ PC ജോർജ് ഈ അടുത്ത സമയത്ത് 4.5 കോടി രൂപ പൂഞ്ഞാറിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് BJP-യുടെ ജില്ലാ ഘടകം ആ പണം നൽകിയെന്ന് പറയുന്നു. ആ പണം BJP-യുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് വേണ്ടി എത്തിയില്ല എന്ന് PC ജോർജ് വെളിപ്പെടുത്തിയത് മറ്റൊരു ചാനല് ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് പുറത്തുവിടുകയുണ്ടായി. PC ജോർജ് പിന്നീട് അത് BJP-യുടെ നിർബന്ധത്തിന് വഴങ്ങി അത് പിൻവലിച്ചുവെങ്കിലും അവിടെ കിടക്കുന്നു. കേരളത്തിൽ ഈ ഡീമോണറ്റൈസേഷൻ നടപ്പിലാക്കിയതിനു ശേഷം കേരളത്തിൽ ആദ്യമായിട്ട് കള്ളനോട്ട് അച്ചടിച്ച് ഇറക്കിയ കേസ് BJP-യുമായി ബന്ധപ്പെട്ട നേതാക്കളുമായി ബന്ധപ്പെട്ട പ്രാദേശിക നേതാക്കളുമായി ബന്ധപ്പെട്ട ഉണ്ടായിരിക്കുന്നത്. കേരളത്തില് ഏതാണ്ട് 450 കോടി രൂപയാണ് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കേരളത്തിൽ BJP-യുമായി ബന്ധപ്പെട്ട് ചെലവഴിക്കപ്പെട്ടതെന്നുള്ള ആക്ഷേപം നിലനിൽക്കുന്നു. ഈ വിധത്തില് എത്രയോ കള്ളപ്പണ ഇടപാടുകളാണ് BJP-യുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. ഈ രാജ്യത്ത് വിവിധ പ്രതിപക്ഷ കക്ഷികളെ വേട്ടയാടുന്നതിന് വേണ്ടിയിട്ട് അജിത് പവാറിനെ NCP-യിൽ നിന്ന് അജിത് പവാറിനെ അടർത്തിയെടുത്തുകൊണ്ട് അദ്ദേഹത്തെ BJP-യിലേക്ക് കൊണ്ടുവന്നതോടുകൂടി
മഹാരാഷ്ട്ര സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുമായി ബന്ധപ്പെട്ട് നടന്ന തട്ടിപ്പ് കേസിലും ജലസേചന അഴിമതി കേസിലും പ്രതി ചേർക്കപ്പെട്ടു. BJP-യുമായിട്ട് സഖ്യത്തിലായതോടുകൂടി താങ്കൾ ഇത്തരത്തിൽ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴും താങ്കൾ BJP-യെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറയാൻ ഇവിടെ യുവരാജ് ഗോകുലുണ്ട്. താങ്കൾ ഇത്രയേറെ ഈ ഏജൻസിയെ ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോഴും കാതലായ പ്രശ്നം എന്ന് പറയുന്നത് എന്ത് സേവനമാണ് വീണ CMRL-ന് നൽകിയത്? ആ ചോദ്യത്തിനൊന്ന് മറുപടി പറയൂ. ആ ചോദ്യത്തിന്റെ ഉത്തരമല്ല 182 കോടിയിൽ ബാക്കി 179 കോടി രൂപയുടെ കണക്ക് എവിടെ എന്നൊക്കെ ചോദിക്കുന്നത്. അതിനുള്ള ഉത്തരമല്ല. ഈ 2.78 കോടി രൂപ വീണ എന്തിനാണ് കൈപ്പറ്റിയത് എന്ന് കേരളത്തോട് തുറന്നു പറയാൻ ഇത്ര വലിയ രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങളുടെ ഒന്നും ആവശ്യമില്ല. വളരെ കൃത്യമായി ഞാൻ ഇന്ന സേവനങ്ങൾ നൽകിയെന്ന് വീണയോ വീണയുടെ അച്ഛനോ അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറിയോ ഒന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ബാക്കി താങ്കൾ പറഞ്ഞ ആരോപണങ്ങൾക്ക് യുവരാജ് ഗോകുൽ മറുപടി നൽകും. രണ്ട് പാർട്ടി തമ്മിലുള്ള എഗ്രിമെന്റുകൾ വ്യത്യസ്തമായ രൂപത്തിൽ, വിവിധ രൂപത്തിലുള്ള എഗ്രിമെന്റുകൾ വാണിജ്യ മേഖലയിലും വ്യാപാര മേഖലയിലും ഒക്കെ തന്നെ, അല്ലെ വ്യാവസായിക രംഗത്തൊക്കെ നിലനിൽക്കുന്നത് നമുക്കറിയാം. നമുക്ക് ഏറ്റവും പരിചിതമുള്ള ആനുവൽ മെയിന്റനൻസ് കോൺട്രാക്ട് എന്ന് പറയുന്നത് തന്നെ അതൊരു ഉറപ്പാണ്. അതിനാൽ ആ ഉറപ്പിനകത്ത് പറയുന്നത് അവൈലബിലിറ്റി ആൻഡ് റെഡിനെസ് എന്നുള്ളതാണ്. ഒരു വർഷത്തിനിടയിൽ ഏതൊരു സമയത്തും വാങ്ങിയ ഉൽപ്പന്നത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കുഴപ്പമുണ്ടായാലും അത് ആ കമ്പനി വന്ന് പരിഹരിക്കണമെന്ന നിബന്ധനയാണ് പണം നൽകുന്നത്. ആനുവൽ മെയിന്റനൻസ് കോൺട്രാക്ടിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത അങ്ങേക്ക് അറിയാം. അപ്പോ മെഷീനുകൾക്കോ സോഫ്റ്റ്വെയറുകൾക്കോ അതിൽ ഈ വാദത്തിനും വളരെ കൃത്യമായ മറുപടിയൊക്കെ നേരത്തെ തന്നെ വന്നു കഴിഞ്ഞതാണ്. ഈ ആനുവൽ മെയിന്റനൻസ് കോൺട്രാക്ട് ഒക്കെ അവസാനിപ്പിക്കുന്നതും ഇത്തരത്തിൽ എന്നെ കൊണ്ട് ഇത്തരത്തിലൊരു കണ്ടന്റ് ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല, സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല, അത് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങാം എന്നുള്ള ഒരു എഗ്രിമെന്റിന്റെ പുറത്താണ് ഈ ആനുവൽ മെയിൻ്റനൻസ് കരാറൊക്കെ ഇല്ലാതാവുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. HR സോഫ്റ്റ്വെയർ നൽകാമെന്ന് പറഞ്ഞിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷേ ഇതിനൊന്നും കൃത്യമായ ഒരു കരാറൊന്നും എവിടെയും കാണുന്നില്ല. ഇതൊക്കെ വാക്കിന്റെ അടിസ്ഥാനത്തിൽ വായ്മൊഴിയായി പറഞ്ഞതാണെന്ന് കർത്തായും പറഞ്ഞിട്ടുണ്ട്, വീണയും പറഞ്ഞിട്ടുണ്ട്. കരാർ എടുക്കുന്ന കമ്പനി തന്നെ ആകണമെന്നില്ല. ആ കരാർ എടുക്കുന്ന കമ്പനിക്ക് സബ് കോൺട്രാക്ട് കൊടുക്കാനും വ്യവസ്ഥകൾ നമ്മുടെ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. കോൺട്രാക്റ്റുകൾ തന്നെ വിവിധ രൂപത്തിൽ തന്നെയുണ്ട്. റീറ്റെയിനർഷിപ്പ് കോൺട്രാക്ട്, സർവീസ് ലെവൽ എഗ്രിമെന്റ്, ലേബർ ഒൺലി കോൺട്രാക്ട്, കപ്പാസിറ്റി റിസർവേഷൻ എഗ്രിമെന്റ്, സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് കോൺട്രാക്ട്സ്. നമ്മൾ ഈ കോൺട്രാക്റ്റുകൾ വിവിധ രൂപത്തിൽ ഉണ്ടെന്നത് ആദ്യമേ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ കരാറിനകത്ത് എന്തെല്ലാമാണ് അവര് വ്യവസ്ഥ വെച്ചിരിക്കുന്നത്, ഏത് വിധത്തിലാണ് അവരുടെ AMC ആണെങ്കിൽ തന്നെ ഏത് വിധത്തിലാണ് ആ കരാർ രൂപപ്പെടുത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാതെ ആണ് ഇവിടെ വന്നിട്ട് ഈ ചർച്ചയിൽ നമ്മൾ പങ്കെടുക്കുന്നത്. ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ കൃത്യമായ രേഖകളൊക്കെ പുറത്തു വന്നതാണ്. ഒരു സേവനവും നൽകിയിട്ടില്ല എന്ന് അവർ പറയുന്നുണ്ട്. അത് ആ യാഥാർത്ഥ്യമൊക്കെ നമ്മുടെ മുന്നിൽ ഇരിക്കുമ്പോഴാണ് നിങ്ങൾ ഇപ്പോഴും ഓരോ കരാറുകളുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഉരുണ്ട് കളിക്കുന്നത്. ഒരു സേവനവും നൽകിയിട്ടില്ല എന്നുള്ള കാര്യം ഖണ്ഡിക്കാൻ വീണയോ വീണയുടെ അച്ഛനോ പാർട്ടി സെക്രട്ടറിയോ ഇതുവരെ മുന്നിൽ വന്നിട്ട് പോലുമില്ല.